അടുത്തത് വിശ്വാസ പ്രമാണം. സഭയുടെ വിശ്വാസത്തിൻ്റെ ആഘോഷവും അനുഷ്ഠാനവുമായ പരിശുദ്ധ കുർബാനയുടെ കേന്ദ്രഭാഗമായ അനാഫൊറയിലേക്ക് കടക്കുന്നതിന് മുമ്പായി സമൂഹം തങ്ങളുടെ വിശ്വാസ അനുഭവം പ്രഖ്യാപിക്കുന്നു. കാർമികൻ നിവർന്നു നിന്ന് കൈകൾ വിരിച്ചു പിടിച്ച് വിശ്വാസ പ്രമാണം ഉയർന്ന സ്വരത്തിൽ ചൊല്ലുകയും സമൂഹം അതിനോട് ചേരുകയും ചെയ്യുന്നു. യുഗങ്ങൾക്കെല്ലാം എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശു മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യവും പിതാവിനോട് സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മളെ രക്ഷിക്കു വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. കാലത്ത് പീഡകൾ സഹിക്കുകയും സിലുവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെടുന്നത് പോലെ ചെയ്തു. AD 325 നിഖ്യ സൂനഹദോസും AD 381 കോൺസ്റ്റാന്റിനോപ്പിൾ സൂനഹദോസും അടിവരയിട്ട് ഉറപ്പിച്ച വിശ്വാസ സത്യങ്ങൾ കോർത്തിണക്കിയതാണ് നിഖ്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം. പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാളുകളുടെയും സത്വവും ദൗത്യവും ഏറ്റുപറയുന്നതോടൊപ്പം തിരുസഭയിലും മമോദീസായിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യജീവിതത്തിലും ഉള്ള വിശ്വാസവും നാം ഏറ്റുപറയുന്നു. അതുകൊണ്ട് വിശ്വാസം ഗീതമായി ആലപിക്കുന്നതിനേക്കാൾ ശക്തമായത് ഏറ്റുപറയുന്നതാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കുർബാന തക്സയിൽ പറഞ്ഞതുപോലെ വിശ്വാസ പ്രമാണം മുഴുവൻ ഏറ്റുചൊല്ലണം. സാധാരണ ദിവസങ്ങളിൽ സാധാരണ കുർബാനയ്ക്ക് വിശ്വാസ പ്രമാണം ചൊല്ലണമെന്ന് നിർബന്ധമില്ല. അതായത് ഐച്ഛികമാണ്. എല്ലാ കൂദാശകളുടെയും ലക്ഷ്യം വിശ്വാസ പ്രഖ്യാപനവും അതിൻ്റെ ആഘോഷവുമാണ്. അതുകൊണ്ട് കൂദാശയുടെ പരികർമ്മത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് അത്യന്താപേക്ഷിതമാണ്. സാധിക്കുന്നിടത്തോളം വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് നല്ലതാണ്. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുറപ്പെടുന്നുവെന്നും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നുവെന്നുമുള്ള 2 ദൈവശാസ്ത്ര ചിന്തകൾ സഭയിലുണ്ട്. പൗരസ്ത്യ സഭകൾ പൊതുവെ സ്വീകരിച്ചിരിക്കുന്നത് ആദ്യത്തേതാണ്. നിഖ്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം അതിൻ്റെ പൗരാണിക രൂപത്തിൽ റൂഹ പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്നാണ് പറയുന്നത്. യോഹന്നാൻ 15:26 ഇപ്രകാരമാണ്: ഞാൻ പിതാവിൻ്റെ അടുത്തുനിന്ന് അയക്കുന്ന ആശ്വാസകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. എന്നാൽ പിന്നീട് റോമൻ സഭയിൽ ബെനഡിക്റ്റ് 8 മാർപ്പാപ്പയാണ് പുത്രനിൽ നിന്നും എന്ന് കൂട്ടിച്ചേർത്തത്. പൗരസ്ത്യ സഭകളിൽ ഇതൊഴിവാക്കിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലുന്നതിനെ റോം അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുത്രനിൽ നിന്നും എന്ന ഭാഗത്തിൻ്റെ മുമ്പും പിമ്പും ഹൈഫൺ ഇട്ട് കുർബാന പുസ്തകത്തിൽ നൽകിയിരിക്കുന്നത്. സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ വിശ്വാസമില്ലാത്തവർ ദിവ്യരഹസ്യങ്ങൾക്ക് അനർഹരാകുന്നു എന്നാണ് മാർ അബ്ദിശോ പറയുന്നത്. അതുകൊണ്ട് അനാഫറയ്ക്ക് മുമ്പാണ് വിശ്വാസ പ്രമാണം ചൊല്ലുന്നത്. വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് വഴി ദുഷ്ടാരൂപികൾ ഒഴിഞ്ഞു പോകും, ബന്ധനങ്ങൾ മാറിക്കിട്ടും, രോഗശാന്തികൾ ഉണ്ടാകും. വിശ്വാസ പ്രമാണം ചൊല്ലുന്നതിലൂടെ ചരിത്രത്തിൽ പൂർത്തീകരിക്കപ്പെട്ട വിശ്വാസ രഹസ്യങ്ങളിലേക്ക് പ്രതീക്ഷയോടുകൂടി നാം പ്രവേശിക്കുകയാണ്. അടുത്തത് അനുസ്മരണ പ്രാർത്ഥന. കാർമികൻ ബലിവേദിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ശുശ്രൂഷയെ ആശീർവദിച്ചുകൊണ്ട് ചൊല്ലുന്നു: ശുശ്രൂഷി ജനങ്ങൾക്ക് അഭിമുഖമായി നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
ബിഷപ്പുമാരും മെത്രാപ്പോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശുദ്ധ സ്നേഹിതരും വിശ്വാസങ്ങളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും വിശുദ്ധയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാവട്ടെ. ജീവിക്കുന്നവരും മരിച്ചവരുമായ എല്ലാവരെയും അനുസ്മരിക്കുകയും അവർക്കായി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് ഈ പ്രാർത്ഥന. ദൈവിക രഹസ്യങ്ങളെ അനുസ്മരിക്കുന്നതിന് സുറിയാനിയിൽ ഉഹ്ദാന എന്നും മാനുഷിക രഹസ്യങ്ങളെ അനുസ്മരിക്കുന്നതിന് ദുഖ്റാന എന്നും വിളിക്കുന്നു. എപ്പോഴെല്ലാം മിശിഹായുടെ രഹസ്യങ്ങളെ അനുസ്മരിക്കുന്നുവോ അപ്പോഴെല്ലാം നമ്മുടെ സഭയിലെ അംഗങ്ങളെയും നാം അനുസ്മരിക്കുന്നു. അടുത്തത് ബലിപീഠ വന്ദനം, മദ്ബഹ പ്രവേശനം. ശുശ്രൂഷി അനുസ്മരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് കാർമികൻ അതീവ ഭക്തിയോടുകൂടി 3 പ്രാവശ്യം അഗാധമായി കുനിഞ്ഞ് ആചാരം ചെയ്തുകൊണ്ട് അൾത്താരയെ സമീപിക്കുന്നു. അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ ബലിയർപ്പിക്കാൻ പാപിയും ബലഹീനനുമായ തന്നെ കരുണാപൂർവ്വം യോഗ്യനാക്കിയതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് കാർമികൻ പ്രാർത്ഥിക്കുന്നു. മദ്ബഹയുടെ 2 ഭാഗങ്ങളാണ് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും. ദൈവജനത്തിന്റെ കടങ്ങളുടെ പൊറുതി, പാപങ്ങളുടെ മോചനം, ആത്മാക്കളുടെ രക്ഷ, ലോകം മുഴുവന്റെയും അനുരഞ്ജനം, എല്ലാ സഭകളുടെയും സമാധാനവും ശാന്തിയും ഇവയ്ക്കെല്ലാം വേണ്ടിയാണ് കാർമികൻ ബലിയർപ്പിക്കുന്നത്. തുടർന്ന് മദ്ബഹയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന കാർമികൻ ദൈവത്തിന്റെ സിംഹാസനമായ ബലിപീഠത്തിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ സാന്നിധ്യത്തെ അനുസ്മരിച്ച് 3 പ്രാവശ്യം ചുംബിക്കുന്നു. ബലിപീഠത്തിന്റെ മധ്യത്തിൽ പിതാവിനോടും ഇടത്ത് പിതാവിൻ്റെ വലത്തുവശത്ത് ഉപവിഷ്ടനായിരിക്കുന്ന മിശിഹായോടും വലത്ത് പരിശുദ്ധാത്മാവിനോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുന്നതിനെയും ഈ ചുംബനം അർത്ഥമാക്കുന്നു. ഈ ചുംബനം ത്രിത്വൈക ദൈവത്തിൻ്റെ സിംഹാസനവും പുത്രൻ തമ്പുരാന്റെ കബറിടവുമായ ബലിപീഠത്തിൽ നിന്ന് കൃപകൾ സ്വീകരിക്കുന്നു. ദൈവജനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണിവിടെ പുരോഹിതൻ ബലിപീഠം ചുംബിക്കുന്നത്. അടുത്തത് പുരോഹിതന്റെ പ്രാർത്ഥനാ സഹായ അഭ്യർത്ഥന. അനാഫറയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബലിപീഠം ചുംബിച്ചതിന് ശേഷം പുരോഹിതൻ കർത്താവേ ആശീർവദിക്കണമേ എന്ന് ചൊല്ലിക്കൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പ്രാർത്ഥനയും അഭ്യർത്ഥിക്കുന്നു. ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞ് കരങ്ങൾ നീട്ടി വിടർത്തിക്കൊണ്ട് ഇപ്രകാരം യാചിക്കുന്നു: എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പുരോഹിതൻ സമൂഹത്തിൻ്റെ പേരിലും സമൂഹത്തിനു വേണ്ടിയും സമൂഹത്തോടൊപ്പവുമാണ് കുർബാന അർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുരോഹിതൻ സമൂഹത്തിൻ്റെയും ദൈവത്തിൻ്റെയും ഇടയിലുള്ള ഒരു മധ്യസ്ഥനായിട്ടാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. സകലത്തിൻ്റെയും നാഥനായ ദൈവം എന്ന് തുടങ്ങുന്ന മറുപടി പ്രാർത്ഥനയിൽ പുരോഹിതനു വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയിൽ സാധിച്ച രക്ഷയുടെ അനുഭവം കുർബാന വഴി ലോകം മുഴുവനും നൽകുന്നതിനും വേണ്ടി കൂടിയാണ് കുർബാന അർപ്പിക്കപ്പെടുന്നത്. സമൂഹത്തിൻ്റെ ഈ പ്രാർത്ഥന ഇപ്രകാരമാണ്: ഒന്നിൽ കൂടുതൽ പുരോഹിതരുണ്ടെങ്കിൽ അങ്ങയെ, അങ്ങേക്ക് എന്നിവയ്ക്ക് പകരം നിങ്ങളെ, നിങ്ങൾക്ക് എന്ന് ചൊല്ലാം. 8ാം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. 9ാം എപ്പിസോഡ് അടുത്ത ദിവസം കാണാം. ആമേൻ.